കബനി. ചുറ്റിലും തളം കെട്ടി നിൽക്കുന്ന ചോരയുടെ ഗന്ധത്തിന് അവൾക്ക് അറപ്പ് തോന്നിയിരുന്നില്ല. കണ്ണുകൾ തുറപ്പിച്ച് മുടിയെല്ലാം അഴിഞ്ഞൊരു ഭ്രാന്തിയെപ്പോലെ ആ മുറിക്കകത്തെ മൂലയിൽ അവൾ ഇരിപ്പുറപ്പിച്ചു. ചത്തു മലർന്നു കിടക്കുമ്പോഴും ആ കണ്ണുകളിലെ കാമവറി അവൾ കാണുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഓരിച്ചൊരിയുന്ന മഴയുടെ ശബ്ദത്തിൽ അയാളുടെ നിലവിളി ആരും കേട്ടിരുന്നില്ല. തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഇരുട്ടിൻ്റെ മറവ് തേടിയെത്തിയ അയാളുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ തനിക്കതിന് ഒട്ടും കുറ്റബോധം തോന്നുകയില്ല. 23-ാം വയസ്സുവരെ വളർത്തി വലുതാക്കിയ അച്ഛനോടും അമ്മയോടും താൻ ഒന്നു മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ: സണ്ണിച്ചായനെ വിവാഹം കഴിക്കണമെന്ന്. സ്വജാതിയിൽ നിന്ന് വിട്ടുപോയ പ്രണയത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ മറക്കാനാവില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞു പോയതാണ് താൻ ചെയ്ത കുറ്റം. പ്രണയത്തിനും സ്നേഹത്തിനും മതമുണ്ടോ, ജാതിയുണ്ടോ, അതിൽ അതിർവരമ്പുകളുണ്ടോ? ഇല്ലെന്നാണ് ക്ലാസ്സിലെ കുട്ടികൾക്ക് അച്ഛൻ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു കൊടുത്തിരുന്നത്. കേട്ടു പഠിച്ചപ്പോൾ മനുഷ്യത്വവും കാരുണ്യവും സ്നേഹവുമെല്ലാം മനസ്സിൽ നിറഞ്ഞു തുളുമ്പി. മനുഷ്യർക്ക് മതമല്ല, സ്നേഹമാണ് എല്ലാറ്റിനും വലുതെന്ന് ചിന്തിച്ചു പോയി. ചിന്തിക്കാതിരിക്കുന്നതും എങ്ങനെയാണ്? വീടിനു പിറകിലെ പുഴ കവിഞ്ഞ് വെള്ളം കയറിയപ്പോൾ നിലവിളിക്കാനേ പെട്ടെന്ന് സാധിച്ചുള്ളൂ. നിമിഷങ്ങൾക്കകം മരണം കീഴ്പ്പെടുത്തുമെന്ന ഭയമേറിയ ചിന്തകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സണ്ണിച്ചായൻ്റെ കൈകൾ ഞങ്ങൾക്ക് മുന്നിലേക്ക് നീട്ടിയപ്പോൾ അച്ഛനും അമ്മയും ഇച്ചായനെ അന്ന് വാനോളം പുകഴ്ത്തി. നന്ദി പറഞ്ഞു സണ്ണിച്ചായനോട്. ഈശ്വരന് തുല്യമാണെന്നും പറഞ്ഞു. ആ ഈശ്വരനോട് തോന്നിയത് പിന്നീട് ആരാധനയായിരുന്നില്ല, സഹതാപമായിരുന്നു. കേട്ടറിഞ്ഞ കഥകളിലെ മനുഷ്യത്വം നിറഞ്ഞൊഴുകുന്ന വ്യക്തിത്വമായിരുന്നു ഇച്ചായൻ്റേത്. 12-ാം വയസ്സിൽ അപ്പം മരിച്ചു മണ്ണടിഞ്ഞപ്പോൾ വയ്യാത്ത അമ്മച്ചിയെ ജോലിക്ക് വിടാൻ മനസ്സു കാണിക്കാത്ത ആ കുഞ്ഞു ബാല്യത്തോട് സഹതാപത്തിനൊപ്പം സ്നേഹവും തിങ്ങി നിറഞ്ഞു. പാതി വഴിയിൽ മുടങ്ങിയ പഠനത്തെയെല്ലാം തിരിച്ചു പിടിക്കാനും കുടുംബത്തിൻ്റെ കഷ്ടതകളിൽ നിന്നും കരകയറാനുമുള്ള ഓട്ടവും ശ്രമങ്ങളുമായിരുന്നു പിന്നീട് സണ്ണിച്ചായൻ്റെ ജീവിതം. പ്രായം മുന്നോട്ടു പോകുന്നതോടൊപ്പം ആ മനുഷ്യൻ്റെ ഉള്ളിലും നന്മ വളർന്നുകൊണ്ടിരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള ആ മനസ്സിനെ തിരിച്ചറിഞ്ഞപ്പോൾ ആരാധനയോടൊപ്പം പ്രണയവും മുട്ടിട്ടുപോയി. അവിടെ ഞാൻ ജാതി നോക്കിയില്ല, മതവും നോക്കിയില്ല. എന്നിട്ടും വീട്ടുകാരുടെയും മുന്നിൽ താൻ വെറുക്കപ്പെട്ടു. എല്ലാവരും കുറ്റപ്പെടുത്തി. അഭിമാനിയായ അച്ഛനെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ തലകുനിക്കാനിടയാക്കിയ ഈ മകളെ എന്നേക്കുമായി പടിയിറക്കി വിടുകയും ചെയ്തു. വാക്കുകളിൽ മാത്രം തെളിയുന്ന മനുഷ്യത്വവും മതസ്നേഹവും ഒന്നും അപ്പോൾ ഞാൻ അവരുടെ പ്രവൃത്തികളിൽ കണ്ടതേയില്ല. ശൂന്യമായിരുന്നു അപ്പോഴെൻ്റെ മനസ്സ്. അവിടേക്ക് പുതിയ പ്രതീക്ഷകളുമായി എനിക്ക് കൂട്ടായത് എൻ്റെ സണ്ണിച്ചായനായിരുന്നു. എല്ലാവരും ഉണ്ടായിട്ടും ആരോരുമില്ലാത്തവളെ പോലെയാക്കിയത് താൻ കാരണമാണല്ലോ എന്ന കുറ്റബോധം ആ മനസ്സിനെയും ഏറെ വേദനിപ്പിച്ചിരുന്നു. എങ്കിലും വേദനകളെല്ലാം മാറ്റി നിർത്തി ഞങ്ങൾ ഒന്നു ചേർന്നു. ഒരു കൊച്ചു കുടുംബം. അവിടെ പരാതികൾ ഉണ്ടായിരുന്നില്ല. പരസ്പരം കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കാൻ മാത്രം ശീലിച്ചു. ആ സ്നേഹത്തിനിടയിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ കുഞ്ഞാറ്റയും കൂടി ചേർന്നപ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാണെന്ന് അറിയാതെ സന്തോഷിച്ചു പോയി. ഒരുപക്ഷെ ആ സന്തോഷം പിന്നീട് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചിത്രഗുപ്തൻ്റെ കണക്ക് പുസ്തകത്തിലേക്ക് എത്തിപ്പെടാനായി പാണ്ഡിലോറിയുടെ വേഷത്തിൽ യമധർമ്മൻ അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടത്. ചതഞ്ഞരിഞ്ഞ എൻ്റെ ഇച്ചായൻ്റെ ശരീരത്തെ കോരിയെടുത്ത് വെളുത്തൊരു പഞ്ഞിക്കെട്ടായി മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഹൃദയം നിലച്ചു പോയിരുന്നെങ്കിലെന്ന് കരുതിപ്പോയി. തൻ്റെ കണ്ണുകൾ നിറയുമ്പോഴേക്കും സ്നേഹത്തോടെ വന്ന് ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും ഇനി ആരുണ്ടെന്ന ചോദ്യം പെട്ടെന്ന് മനസ്സിനെ തളർത്തി കളയുകയായിരുന്നു. അടഞ്ഞുപോയ തൻ്റെ ശബ്ദം പുറത്തേക്ക് തുറന്നു വന്നപ്പോൾ അലമുറയിട്ട് കരഞ്ഞതല്ലാതെ പിന്നെ ഒന്നും താൻ ഓർക്കുന്നില്ല. ദിവസങ്ങൾ തള്ളി നീങ്ങുമ്പോൾ സങ്കടവും വേദനയും എല്ലാം കൂടി ചേർന്ന് മനസ്സാകെ മരവിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഒറ്റപ്പെട്ടുപോയ ഈ ജീവിതത്തിൽ മടുപ്പ് തോന്നിയിരുന്നപ്പോഴൊക്കെ സണ്ണിച്ചായൻ തന്നെ ഏൽപ്പിച്ചു പോയ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞാറ്റയുടെ പുഞ്ചിരി മാത്രമായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതവും സന്തോഷവുമെല്ലാം. അവൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്വന്തമായൊരു വരുമാനം എന്നത് ആഗ്രഹത്തെക്കാൾ ഏറെ ആവശ്യമായി വന്നത്. ഡിഗ്രി പഠനത്തിൻ്റെ സർട്ടിഫിക്കറ്റുമായി പലയിടങ്ങളിലും കയറിയിറങ്ങിയെങ്കിലും എക്സ്പീരിയൻസ് എന്ന കടമ്പ താണ്ടാൻ കഴിയാത്തത് മൂലം പലയിടങ്ങളിൽ നിന്നും താൻ ഒഴിവാക്കപ്പെടുകയായിരുന്നു. ചിലരെല്ലാം ജോലി വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം ചില കണ്ടീഷൻസ് കൂടി അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം അഭിമാനം അവർക്ക് മുൻപിൽ അടിയറവ് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അറിയാതെ ഒരു നിമിഷം ചിന്തിച്ചു പോയി.
എന്നാൽ പ്രായമായ അമ്മച്ചിയെയും കുഞ്ഞിനെയും പട്ടിണിക്കിടാൻ മനസ്സനുവദിച്ചിരുന്നില്ല. സർട്ടിഫിക്കറ്റുകളെല്ലാം തൂക്കിയെറിഞ്ഞ ശേഷം തൊട്ടടുത്ത വീട്ടിലെ രാധേച്ചിയോടൊപ്പം തുണിക്കടയിൽ ചെന്ന് നിൽക്കാമെന്ന് വാക്കുറപ്പിക്കുമ്പോൾ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അവരെ പട്ടിണിക്കിടാതെ നോക്കണമെന്ന് മാത്രം. വേദനകളെല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഓടിയെത്താൻ ശ്രമിച്ചപ്പോൾ താനൊരു വിധവയാണെന്ന് കാര്യം പലപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്തവരുടെ നേർക്ക് വരുന്ന തുറിച്ചുനോട്ടങ്ങളുടെയും തൊട്ടുരുമ്മലുകളുടെയും കാഠിന്യം വർദ്ധിച്ചു വന്നപ്പോൾ സഹിക്കാനാവാതെ രാധേച്ചിയോട് മാത്രം അത് സ്വകാര്യമായി അവതരിപ്പിച്ചു. സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പതിവുള്ളതാണെന്നും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ നല്ലതെന്നും പറഞ്ഞപ്പോൾ ഒന്നുറക്കി പൊട്ടിക്കരയാനാണ് തനിക്ക് അന്നേരം തോന്നിയത്. ചങ്കിൽ തടഞ്ഞു നിൽക്കുന്ന മുള്ളുകൾ പോലെ അത് സ്വസ്ഥത നൽകാതായപ്പോൾ അറിയാതെ എപ്പോഴോ ഉറക്കെ താൻ പൊട്ടിത്തെറിച്ചു പോയി. ആണുങ്ങളെ കാണുമ്പോഴുള്ള നിന്റെ ഈ സൂക്കേടൊക്കെ കയ്യോടെ പിടിച്ചതിൻ്റെ കലിപ്പ് തീർക്കാനോടി എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറക്കി വിട്ടപ്പോൾ ഇവൾ പിഴച്ചവളാണെന്ന് പലരും അടക്കം പറഞ്ഞ് രസിക്കുകയായിരുന്നു. ചെവികൾ പൊത്തിപ്പിടിച്ച് നടക്കുമ്പോഴും അവരുടെയെല്ലാം അട്ടഹാസം തൻ്റെ ഈ കാതുകളിൽ വന്നലച്ചുകൊണ്ടേയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ കൈവിട്ട മനസ്സുമായി ഇരിപ്പ് തുടർന്നിരിക്കുന്നതിനിടയിലാണ് അമ്മച്ചിയുടെ മരണം കൂടി തന്നെ തീർത്തും ഒറ്റപ്പെടുത്തി കളഞ്ഞത്. കുഞ്ഞിനെ തനിച്ചാക്കി എവിടേക്കും പോകാൻ കഴിയാതെയായപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പേരും പറഞ്ഞ് പലരും സഹായത്തിനായി എത്തിയിരുന്നു. നിവൃത്തികേടുകൊണ്ട് പലതും സ്വീകരിക്കേണ്ടി വന്നപ്പോൾ അതെല്ലാം കാരുണ്യവും ദയയുമാണെന്ന് അറിയാതെ വിശ്വസിച്ചും തെറ്റിദ്ധരിച്ചും പോയി. എന്നാൽ പകൽ വെളിച്ചത്തിൽ പുഞ്ചിരി വിടർത്തിയ ആ മുഖങ്ങൾക്കെല്ലാം രാത്രിയുടെ ഇരുട്ടിൽ ശൃംഗാരത്തിൻ്റെ ചുവ പടർന്നു പിടിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കഥകിൽ വന്ന് തട്ടി വിളിക്കുകയും അവശബ്ദങ്ങൾ പുറപ്പെടുകയും ചെയ്തതോടെ ആരുടെയും സഹായങ്ങൾ തനിക്കിന് ആവശ്യമില്ലെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കൂടി കാട്ടിയപ്പോൾ അവൾ അഹങ്കാരത്തിൻ്റെ പ്രതിരൂപമാണെന്ന് എല്ലാവരും മുദ്രകുത്തി. തൻ്റെ മേൽ കെട്ടിവെച്ച അലങ്കാരങ്ങൾക്കിപ്പോൾ കണക്കില്ലാതായിരിക്കുകയാണ്. സ്നേഹിച്ച പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ താൻ ആദ്യമായി സ്വന്തം വീട്ടുകാരുടെ മുൻപിൽ തന്നിഷ്ടക്കാരിയായി മാറി. സ്വന്തം ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കുന്നതിനെതിരെ ഉറക്കെ പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ അവിടെ പിഴച്ചവളുമായി. ഒരു പാവം പെണ്ണിൻ്റെ നിസ്സഹായതയെ മുതലെടുക്കാൻ ശ്രമിച്ച കഴുകന്മാർക്ക് മുൻപിൽ ഇനിയും സഹായിക്കരുതെന്ന് അപേക്ഷിച്ചപ്പോൾ തനിക്ക് അഹങ്കാരി എന്ന പട്ടവും അവർ ചാർത്തി തന്നിരിക്കുന്നു. ഈ സമൂഹം തന്നോട് എന്തിനാണ് ഇത്രയും ക്രൂരമായി പെരുമാറുന്നതെന്ന് അവൾക്കറിയില്ല. താനൊരു പെണ്ണായി ജനിച്ചത് കൊണ്ടാണോ ഇങ്ങനെയെല്ലാം തനിക്ക് നേരിടേണ്ടി വരുന്നതെന്നവൾ ചിന്തിച്ചു പോയി. അതുമല്ലെങ്കിൽ താനൊരു വിധവയായതുകൊണ്ടാണോ? അറിയില്ല. ഉത്തരം കിട്ടാതെ പിന്തുടരുന്ന ചോദ്യങ്ങളെ നേരിടാൻ തനിക്ക് എത്ര നാളാകുമെന്ന് അവൾക്കറിയാതെയായി. ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് തൻ്റെ കുഞ്ഞാറ്റയെ മാറോടടക്കി കിടത്തുമ്പോൾ നേരിയ ആശ്വാസം കൈവന്നുവെങ്കിലും അവളും ഒരു പെൺകുട്ടിയാണല്ലോ എന്നോർത്തപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ എവിടെയോ ഒരു കൊളുത്തിപ്പിടുത്തം അനുഭവപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. ദേവിയുടെ തഴുകൽ അറിയാതെ കണ്ണിമകളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ പുറത്ത് കോരിച്ചൊരിയുന്ന മഴയുടെ ശബ്ദം പോലും അവളുടെ ഉറക്കത്തെ അലോസരപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പതിയെ അവളുടെ ശരീരത്തിലേക്ക് എന്തോ ഇഴഞ്ഞു വരുന്നത് പോലെ ഒരു തോന്നൽ. ഞെട്ടിയുണർന്നവൾ കണ്ണു തുറന്നു നോക്കി. താൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായി ആ കറുത്ത രൂപം കിടന്ന് പല്ലിളിക്കുന്നത് കണ്ടപ്പോൾ അവൾ കൊട്ടിപ്പിടഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റു. പെട്ടെന്ന് ആ രൂപത്തെ കണ്ട് പരിഭ്രമത്തിൽ അവൾ അറിയാതെ ഒച്ച വെച്ചു. അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ അവളെ ചുമരിലേക്ക് ചേർത്ത് വെച്ച് നിർത്തിയപ്പോൾ അവളുടെ സൗന്ദര്യത്തെ ആവോളം ആസ്വദിക്കാൻ വന്ന കഴുകൻ കണ്ണുകളിലെ ചുവന്ന നിറം അവൾ ഭയത്തോടെ ഒന്ന് നോക്കി. ആ മുഖം താൻ 1-2 പ്രാവശ്യം മാത്രമേ കണ്ടതായി അവളുടെ ഓർമ്മയിലുള്ളൂ. കുഞ്ഞിനെയും നോക്കി വീട്ടിലിരുന്ന് ഒരു വരുമാന മാർഗം കണ്ടെത്താനായി കുറച്ചു പൈസ പലിശയ്ക്കെടുക്കാൻ തീരുമാനിച്ചിരുന്ന വകയിൽ രാധേച്ചി പരിചയപ്പെടുത്തി തന്നിരുന്ന ബ്ലേഡ് പലിശക്കാരൻ ഭദ്രൻ ആരോരുമില്ലാത്തവളാണ് എന്ന സങ്കടം പറഞ്ഞ് ഫലിപ്പിച്ച് രാധേച്ചിയുടെ അഭിനയ പാടവത്തിൽ തനിക്ക് മാത്രം പലിശ കുറച്ചു തരാമെന്നേറ്റപ്പോൾ കരുണയുള്ളവരും ഈ ഭൂമിയിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ആ രൂപത്തെ കൈയെടുത്ത് തൊഴുതു നിന്നു. സോപ്പ് നിർമ്മാണത്തിലൂടെ തുച്ഛമായ വരുമാനം തൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആരുടെയും മുമ്പിൽ കൈനീട്ടി ജീവിക്കാതിരിക്കാൻ ദൈവങ്ങൾ തുറന്നു കാട്ടിയ വഴിയായി അതിനെ താൻ കരുതിപ്പോയി. സണ്ണിച്ചായൻ്റെ മരണത്തോടെ വർണ്ണങ്ങൾ ചാലിച്ച സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചിരുന്നതാണ്. എന്നാൽ ഇന്ന് കുഞ്ഞാറ്റിയുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ വീണ്ടും മുന്നോട്ട് നടത്തിക്കുമ്പോൾ കൂടെ നിറങ്ങളുള്ള സ്വപ്നങ്ങളും കൂടി അവളും കാണുവാൻ കൊതിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് കൂടപ്പിറപ്പിനെ പോലെ കരുതി സ്നേഹിച്ച രാധേച്ചിയുടെ പുഞ്ചിരിയിൽ ഒളിഞ്ഞിരുന്ന വഞ്ചന അവൾ ഒരിക്കലും അറിയാതെ പോയത്. പലിശയും അടവും കൃത്യമായി അടയ്ക്കാൻ ഏൽപ്പിച്ചതിൽ നിന്നും
വെട്ടിപ്പ് നടത്തി ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയ രാധേച്ചിയുടെ കള്ളത്തരത്തെ പിടികൂടിയ ബ്ലേഡ് പലിശക്കാരൻ ഭദ്രന് തന്നെ വിറ്റ് കിട്ടിയ പണവും കൂടി അവർ കൈക്കലാക്കിയിരുന്നെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യന്റെ നെഞ്ചിലേക്ക് അവൾ ആക്രോശിച്ചുകൊണ്ട് ആഞ്ഞു കുത്തിക്കഴിഞ്ഞിരുന്നു. പ്രാണഭയത്താൽ വേദന കൊണ്ട് പുളഞ്ഞിരുന്ന അയാളുടെ കണ്ണുകളിൽ ജീവിതത്തോടുള്ള ആർത്തി തനിക്ക് അന്നേരം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ചോരത്തുള്ളികൾ ഇറ്റിറ്റി വീഴുന്നത് നിലയ്ക്കുന്നതുവരെ അവൾ അവിടെ നിശ്ചലയായി നിൽക്കുമ്പോൾ പെയ്തു തീരുന്ന മഴയോളം ഇരുമ്പൽ ആ മനസ്സിലും തിമർത്തുകൊണ്ട് ആടുകയായിരുന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ സമനില തെറ്റിയവൾ മുഖം പൊത്തിപ്പിടിച്ച് അലറിക്കരഞ്ഞ് ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നുരസിക്കൊണ്ടവൾ താഴേക്ക് വന്ന് അമർന്നിരുന്നു. കറുത്ത കോട്ടണിഞ്ഞ നിയമപാലകർക്ക് മുൻപിൽ ഒരു കൊലപാതകയായി താൻ അവിടെ നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും അവളെ നോക്കി നിലവിളിച്ചു കരയുന്ന തൻ്റെ കുഞ്ഞാറ്റയെ മരവിച്ച മനസ്സോടെയാണ് അവൾ ഒരു നോട്ടം നോക്കിയത്. കരഞ്ഞു തീർത്ത കണ്ണുകളിൽ നിന്നും താഴേക്കുതിർന്നു വീഴാൻ അന്നേരം കണ്ണുനീർ തുള്ളികൾ അവശേഷിച്ചിരുന്നില്ല. തനിക്ക് നേരെയുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവൾ നിശബ്ദയായി അവിടെ നോക്കി നിന്നു. ചോദിക്കാനോ പറയാനോ അവൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കേസിന്റെ വിചാരണ കഴിഞ്ഞ് വിധി പറയുമ്പോൾ തൻ്റെ നിസ്സഹായതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നീതിപീഠം അവൾക്ക് പുതിയൊരു മേൽവിലാസം കൂടി ചാർത്തിക്കൊടുത്തു. അവളൊരു ഭ്രാന്തി പെണ്ണാണെന്ന്. അവളൊരു ഭ്രാന്തി പെണ്ണെന്ന് പറഞ്ഞ് കോടതി അവളെ അയച്ചത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കായിരുന്നു. സാഹചര്യങ്ങളും അവളുടെ അവസ്ഥയുമെല്ലാം കണക്കിലെടുത്ത് കോടതി അവൾക്ക് ചികിത്സ കൂടി വിധിച്ചിരുന്നതാണ് അതിനു കാരണം. നഗരത്തിൽ നിന്നും കുറച്ചുള്ളിലേക്ക് സ്ഥിതി ചെയ്യുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അവളെ വനിതാ പോലീസുകാരെത്തിക്കുമ്പോൾ അവളുടെ കേസ് ഷീറ്റ് കയ്യിൽ വെച്ച് പഠിക്കുകയായിരുന്നു വിഘ്നേഷ് എന്ന 38-കാരൻ. ഭാര്യയും മകളെയും ഒരു കാർ ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടു പോയ അയാൾക്ക് കബനിയുടെ ജീവിതത്തെയും ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും പെട്ടെന്ന് കഴിഞ്ഞിരുന്നു. മറ്റുള്ളവരെല്ലാം അവളെ ഒരു കൊലപാതകയായി കാണുമ്പോഴെല്ലാം വിഘ്നേഷ് മാത്രമാണ് അവളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കാണാൻ വിരുന്നെത്തുന്ന അവളുടെ കുഞ്ഞുമായും വിഘ്നേഷ് പെട്ടെന്ന് അടുപ്പത്തിലായി കഴിഞ്ഞിരുന്നു. വിഘ്നേഷിൻ്റെ സാമീപ്യവും പെരുമാറ്റവുമെല്ലാം പതിയെ പതിയെ കബനിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ആദ്യമൊന്നും ആരോടും മിണ്ടാതിരുന്ന ശൈലിയിൽ നിന്നും പതിയെ പതിയെ അവൾ മിണ്ടിത്തുടങ്ങി. മുഖത്തൽപ്പം പുഞ്ചിരിയെല്ലാം കടർന്നു വരികയുമൊക്കെ ചെയ്തപ്പോൾ ജീവിതത്തിൻ്റെ പുതിയ വർണ്ണങ്ങളിലേക്ക് എത്തി നോക്കാൻ അവളുടെ മനസ്സും അറിയാതെ ആഗ്രഹിച്ചു തുടങ്ങുകയായിരുന്നു. പൂന്തോട്ടത്തിന് നടുവിലെ ബെഞ്ചിൽ തനിച്ചിരിക്കുന്നവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മനസ്സിൽ അവളോട് തോന്നിയ പ്രണയം തുറന്നു പറയണമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. കബനി. ആ ശബ്ദം കേട്ട് അവൾ അവിടെ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. വിഘ്നേഷിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കായിരുന്നില്ല. കാരണം ആ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള ചിന്തകൾ ഒരിക്കലും കൂടുകൂട്ടരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള യോഗ്യതയോ അർഹതയോ തനിക്കില്ലെന്ന ബോധ്യം അവളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടറുടെ സാന്നിധ്യം തനിക്ക് സമാധാനമാണ് തരുന്നതെങ്കിലും അതൊരിക്കലും ആഗ്രഹിക്കാൻ തനിക്കാവില്ലെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു. ചിന്തകൾക്കിടയിൽ വീണ്ടും അവൻ വിളിച്ചു. കബനി, എനിക്കറിയാം തൻ്റെ മനസ്സ്. ജീവിതത്തിൽ പലതും നമ്മളിൽ നിന്ന് അകന്നു പോകും. പ്രതീക്ഷിക്കാത്ത പലതും നമ്മളിലേക്ക് വന്നെത്തുകയും ചെയ്യും. താൻ എൻ്റെ ലൈഫിലേക്ക് വന്നതും അങ്ങനെയാണ്. എനിക്കറിയാം തൻ്റെ മനസ്സിലും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ഈ സമൂഹത്തെ പേടിച്ച് താൻ എന്തിനാടോ അതൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? താനൊരു കുറ്റവാളിയാണെന്ന് തോന്നൽ ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരിക്കലും തോന്നുകയുമില്ല. തന്നെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ എൻ്റെ ഈ മനസ്സ് എന്നോ തയ്യാറായി കഴിഞ്ഞു. ഇനി തീരുമാനമെടുക്കേണ്ടത് താനാണ് കബനി. ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മറുപടി പ്രതീക്ഷിച്ചോട്ടെടോ. തന്നെ നോക്കി ഡോക്ടർ അത് പറയവേ കബനിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരറിയാതെ താനെ ഉതിർന്ന് അവളുടെ കവിളുകളെ നനയിപ്പിച്ചു. ഒടുവിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് ജയിലിലേക്ക് അവളെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വിഘ്നേഷ് ഹോസ്പിറ്റലിന് മുൻപിൽ തന്നെ കാത്തു നിന്നു. ഒരു നേർത്ത പുഞ്ചിരി മാത്രം അവനു നൽകിക്കൊണ്ടവൾ അവിടെ നിന്നും തിരിച്ച് ജീപ്പിലേക്ക് കയറുമ്പോൾ ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കാനുള്ള അപ്പീലിൽ തൻ്റെ കയ്യൊപ്പ് കിട്ടിയതിൻ്റെ ആശ്വാസവും സന്തോഷവുമായിരുന്നു ആ മുഖത്തവൾക്ക് അന്നേരം കാണാൻ സാധിച്ചിരുന്നത്.